So hello guys, Isis back. നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ കേവ് ലൈഫിൻ്റെ എപ്പിസോഡ് 2 അപ്പോൾ നമ്മുടെ കേവ് ലൈഫ് എപ്പിസോഡ് 1 നിങ്ങൾ തന്ന സപ്പോർട്ട് മറക്കാനാവാത്ത സപ്പോർട്ടാണ്. അപ്പോൾ ഗൈസ് എനിക്ക് അത്രയും നന്ദിയുണ്ട്, എനിക്ക് അത്ര സപ്പോർട്ട് തന്നതിന്. അപ്പോൾ താങ്ക്സ്. എന്നെ ഇനി ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ കേവ് ലൈഫിൻ്റെ എപ്പിസോഡ് 2 എല്ലാവരും നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമ്മളോട് പറഞ്ഞിരുന്നു അടുത്ത എപ്പിസോഡിൽ സബ്സ്ക്രൈബറിൻ്റെ പേരൊന്ന് പറയണം. എന്നിട്ട് പേര് ലെജൻഡ് ബ്രോ എന്നാണ്. ഒരു ഹായ് തരുമെന്നും കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹായ് ലെജൻഡ് ബ്രോ. അപ്പോൾ നമുക്കിനി നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ ഇന്നത്തെ ഗോൾ എന്ന് പറയുന്നത് ഗോളൊന്നുമില്ല. ഇന്ന് നമുക്ക് ഈ കേവ് ഒന്നൊരു ബ്യൂട്ടിഫുൾ ആക്കുകയും വേണം. ഇവിടെ ആയിട്ടൊരു ഫാം ലാൻഡും അയണും കാര്യങ്ങളൊക്കെ മൈൻ ചെയ്ത് ഒരു അയൺ ആർമറും കുറച്ച് അയൺ എക്സ്ട്രായും മൈൻ ചെയ്യണം നമ്മുടെ ആവശ്യത്തിന് വേണ്ടി. കോളും കാര്യങ്ങളൊക്കെ മൈൻ ചെയ്ത് സ്മെൽറ്റ് ചെയ്യണം. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ഗോൾ. ഇവിടെയൊക്കെ ഒന്ന് അത്യാവശ്യം ഇതുപോലെയൊക്കെ കിടക്കുന്നതൊക്കെ ഒന്ന് ഒരു ഫ്ലാറ്റ് ഏരിയ ആക്കുകയും കൂടെ ചെയ്യണം. അതൊക്കെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ ശരിയാക്കി എടുക്കേണ്ടതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ എപ്പിസോഡിന് ആദ്യത്തെ ഗോൾ എന്ന് പറയുന്നത് നമ്മുടെ അയൺ ആർമറും അയണും കാര്യങ്ങളൊക്കെ ഒരുപാട് കളക്ട് ചെയ്യാനാണ്. നിങ്ങൾ നേരെ അതിൻ്റെ ഒരു ടൈം ലാപ്സിൽ ഞാൻ സ്ട്രിപ്പ് മൈനും കാര്യങ്ങളും കൂടെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എനിക്ക് 48 അയണും കൂടുതൽ കിട്ടി. അപ്പോൾ സ്ട്രിപ്പ് മൈനും കുറേ നേരം എടുത്തു, എന്നിട്ടാണ് ഈ 48 എനിക്ക് ഒപ്പിക്കാൻ പറ്റിയത്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് സ്മെൽറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. നമുക്ക് കുറച്ച് 2 ഫർമാൻസ് ഉണ്ടാക്കി 55 കോള് 2 ഇതുണ്ടാക്കാം. പിന്നെ ഇനിയിപ്പോൾ നമ്മുടെ ഫാമും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ബോൺവെയിലുണ്ട്. വേഗം വളർന്നാൽ മതിയായിരുന്നു. ഇപ്പം നൈറ്റ് ആയതുകൊണ്ട് എനിക്ക് ആകാശം കാണുമ്പോൾ നോ പ്രോബ്ലം. അപ്പം ഞാൻ വേഗം തന്നെ പോയത് വെക്കട്ടെ. ഇപ്പോൾ നമുക്ക് കോളും കാര്യങ്ങളും പകുതിയാക്കാം, അയണും പകുതിയാക്കാം. ഇതിലും വയ്ക്കാം. ഓക്കെ, നമുക്ക് കുറച്ച് ഡേർട്ട് ആവശ്യമുണ്ടാവില്ല. എന്താ ഡേർട്ട്? ഒരു ഇത്തിരി ഡേർട്ട് വേണം. ഇവിടേക്ക് ഞാൻ സ്ട്രിപ്പ് മൈൻ ചെയ്തപ്പോൾ നമ്മുടെ ഡേർട്ടിൻ്റെ ആവശ്യം വരുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരു സ്ഥലം നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വരുന്ന ആവശ്യം നമുക്ക് എടുക്കും. തൽക്കാലത്തേക്ക് ഇവിടെ ഡേർട്ട് ഉള്ളതുകൊണ്ട് നമുക്ക് പേടിക്കണ്ട. നമുക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് എടുക്കാം. അതായത് ഈ എപ്പിസോഡും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ ലൈക്ക് ടാർഗറ്റ് എന്ന് പറയുന്നത് 5 ലൈക്സ് ആണ്. അപ്പോൾ എല്ലാവരും വേണം തന്നെ ലൈക്ക് പൊട്ടിക്കുക. അത്യാവശ്യം രീതിയിൽ നമ്മളതൊരു സെറ്റപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനിയും കുറച്ചുകൂടെ മോഡിഫൈ ചെയ്യേണ്ടി. ഇപ്പം എൻ്റെ ഇത് അയൺ കാര്യങ്ങളൊക്കെ ഇത് സ്മെൽറ്റായതുകൊണ്ട് ഒരു ബക്കറ്റ് വേണമല്ലോ എന്തായാലും ക്രോപ്സ് തന്നെ. ബക്കറ്റും പിന്നെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ എടുത്ത് ചെസ്റ്റിൻ്റെ ഉള്ളിൽ വയ്ക്കട്ടെ. പിന്നെ നമ്മുടെ ക്യാരറ്റ് പൊട്ടാറ്റോ എല്ലാം വയ്ക്കാം. അതിൽ നടാനുള്ളതൊക്കെ മിക്സ് ചെയ്ത് നടാം. കാരണം നമുക്ക് എന്താവശ്യം വരണേന്ന് പറയാൻ പറ്റില്ല. ഒരു ബക്കറ്റും വാട്ടർ ഇവിടെ എവിടെ നിന്നെങ്കിലും എടുക്കാം. ആർമർ ഇടട്ടെ. ചെസ്റ്റ് പ്ലേറ്റ്, ലെഗിൻസ്, ബൂട്ട്. ബാക്കിയാണ് ഞാൻ വെക്കാൻ പോകുന്നത്. ഫസ്റ്റിൽ നമുക്ക് പരിപാടി കഴിഞ്ഞിട്ട് നമുക്ക് ടൂൾസ് എടുക്കാം. നമ്മുടെ കേവ് ലെറ്റ്സ് പ്ലേയിൽ നമ്മൾ അയൺ ആർമർ ഫുള്ളി സക്സസ്ഫുള്ളി ആക്കിയിട്ടുണ്ട്. നമുക്കിനി ബാക്കി പരിപാടി
ഗൈസ് ഒരു കുഴപ്പം പറ്റി, ഞാൻ 3 ബക്കറ്റ് അറിയായിട്ടുണ്ടാക്കി. എന്നാലും ടൂൾസ് കാര്യങ്ങളും ഉണ്ടാക്കാനുള്ള അതിനുണ്ട്, ഷീൽഡും കുഴപ്പമില്ല, ഇരിക്കട്ടെ. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് കടക്കാം. ഞാൻ ശ്രദ്ധിച്ചില്ല ഒരു ബക്കറ്റ് ഉണ്ടാക്കിയത്. ഓ എന്ത് കഷ്ടം. ഒരു സ്ലാബും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തു. അപ്പോൾ ഗൈസ് നമ്മൾ ഒരുവിധം ക്രോപ്സും കാര്യങ്ങളൊക്കെ നട്ടു. ഇനി നമുക്ക് ഇതൊന്ന് ഫുള്ളി ഒന്ന് ഞാൻ ചേഞ്ച് ചെയ്തിട്ട് ഇതാ വരുന്നു. ഗൈസ് നമ്മൾ വീണ്ടും ആ ഒരു ചേഞ്ച് ആയിട്ടുണ്ട്. നമ്മൾ ഇത്ര ആൻറ്റിസൈഡ് കളക്ട് ചെയ്ത് കുറച്ചുകൂടെ നമ്മുടെ ബേസ് ഒന്ന് ഭംഗിയാവാൻ വേണ്ടി ഇങ്ങനെ ചെയ്തേക്കാൻ. ഇപ്പോൾ നമ്മൾ ദൂരത്ത് നോക്കുമ്പോൾ നിറയെ സ്റ്റെപ്പും കാര്യങ്ങളും വെച്ച് ഒരു സെറ്റാക്കിയിട്ടുണ്ട് നമ്മുടെ ബേസ്. എന്താ ഇവിടെ നോക്കുമ്പോൾ ഒരു ലുക്കായിട്ടുണ്ട്. ഇതെങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാം. നമ്മുടെ അത്യാവശ്യം ഫാം ലാൻഡിന് ആവശ്യമുള്ള സ്ഥലമായി. 2 ട്രീ കാര്യങ്ങളൊക്കെ വളരുകയും ചെയ്തു. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് വെറുതെ കിടക്കുന്നതിനെക്കാട്ടി ആ ഫീലൊന്ന് മാറ്റി ശരിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കേവ് ലൈഫിൻ്റെ എപ്പിസോഡ് 3 വേഗം തന്നെ വരുന്നതാണ്. അപ്പോൾ നമ്മൾ ഇത്രയും ഇതിലും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.